കാസർഗോഡിന്റെ കടൽക്കരയോട് ചേർന്ന ഒരു ചെറിയ പട്ടണത്തിൽ താമസിച്ചിരുന്ന ഫൈസൽ ഒരു ഡെലിവറി ബോയായിരുന്നു. ജീവിതം അവന് എളുപ്പമല്ലായിരുന്നു. ദിവസവും ഓടി ഓടി ജോലി ചെയ്യുക, സ്വപ്നങ്ങൾക്കായി സമയം കണ്ടെത്താൻ പോലും കഴിയാത്ത അവസ്ഥ. പക്ഷെ അവന്റെ മനസ്സിൽ ഒരു ചെറിയ സന്തോഷമുണ്ടായിരുന്നു. മഴ. മഴ പെയ്യുമ്പോൾ എല്ലാം ഒന്ന് നിർത്തിയ പോലെ തോന്നും. അവൻ പലപ്പോഴും പറയുമായിരുന്നു. ഒരു ദിവസം ശക്തമായ മഴ പെയ്യുമ്പോൾ ഒരു പാർസൽ എത്തിക്കാൻ അവൻ ഒരു വീട്ടിലേക്ക് പോയി. വാതിൽ തുറന്നത് ഒരു പെൺകുട്ടി, നസ്രീൻ. അവളുടെ മുഖത്ത് ഒരു ശാന്തതയും കണ്ണുകളിൽ ഒരു കഥയും. ഇത്ര മഴയിൽ വന്നോ? അവൾ ചോദിച്ചു. ഫൈസൽ ചിരിച്ചു. ജോലി നിർത്താൻ മഴയ്ക്ക് കഴിയില്ല. അവൾ ചെറിയൊരു ചിരിയോടെ പറഞ്ഞു. പക്ഷെ മഴയ്ക്ക് ചില കഥകൾ തുടങ്ങാൻ കഴിയും. ആ ദിവസം ഒരു സാധാരണ ഡെലിവറി ആയിരുന്നില്ല. അടുത്ത ദിവസങ്ങളിൽ ഫൈസൽ പലപ്പോഴും അതേ വീട്ടിലേക്ക് ഡെലിവറി വരാൻ തുടങ്ങി. ചിലപ്പോൾ കാരണമില്ലാതെയും അവൻ ആ വഴിയിലൂടെ പോകും. നസ്രീൻ അവനോട് സംസാരിക്കാൻ തുടങ്ങി. അവൾ ഒരു കോളേജ് വിദ്യാർത്ഥിനിയായിരുന്നു, കവിതകൾ എഴുതുന്നവൾ. നീ എപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമോ? അവൾ ചോദിച്ചു. ഫൈസൽ ചിരിച്ചു. ഒരു ദിവസം നിർത്തും, ശരിയായ കാരണം കിട്ടുമ്പോൾ. മഴ അവരുടെ ഇടയിൽ ഒരു ബന്ധമായി മാറി. ചില ദിവസങ്ങളിൽ അവർ ഒരുമിച്ച് വീട്ടിന്റെ വാതിലിനരികിൽ നിന്ന് മഴ നോക്കും. നസ്രീൻ തന്റെ കവിതകൾ വായിക്കും. ഫൈസൽ നിശബ്ദമായി കേൾക്കും. നിന്റെ ജീവിതം ഒരു കവിത പോലെയാണെന്ന് തോന്നുന്നു, അവൾ പറഞ്ഞു. ഫൈസൽ പറഞ്ഞു, എന്റെ ജീവിതം ഇപ്പോഴും എഴുതി തീർന്നിട്ടില്ല. അവരുടെ ബന്ധം ധീരെ ധീരെ പ്രണയമായി. പക്ഷെ ജീവിതം വീണ്ടും ഒരു വഴിത്തിരിവ് കൊണ്ടുവന്നു. ഒരു ദിവസം നസ്രീൻ പറഞ്ഞു, എനിക്ക് മറ്റൊരു നഗരത്തിലേക്ക് പോകണം, പഠനത്തിനായി. ഫൈസൽ മൗനമായി. നീ തിരികെ വരുമോ? അവൻ ചോദിച്ചു. നസ്രീൻ ചിരിച്ചു. മഴയുണ്ടെങ്കിൽ ഞാൻ തിരികെ വരും. അവൾ പോയി. ഫൈസൽ വീണ്ടും തന്റെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി. പക്ഷെ ഓരോ മഴയും അവൻ അവളെ ഓർത്തു. മാസങ്ങൾ കടന്നു. ഒരു ദിവസം ശക്തമായ മഴ പെയ്യുമ്പോൾ ഫൈസൽ വീണ്ടും അതേ വീട്ടിന്റെ മുന്നിൽ നിന്നു. വാതിൽ അടഞ്ഞിരുന്നു. പക്ഷെ അവന്റെ ഹൃദയം ഇപ്പോഴും കാത്തിരുന്നു. അപ്പോൾ പിന്നിൽ നിന്നൊരു ശബ്ദം. നീ ഇപ്പോഴും കാത്തിരിക്കുകയാണോ? ഫൈസൽ തിരിഞ്ഞു നോക്കി. നസ്രീൻ. അവൾ ചിരിച്ചു. ഞാൻ പറഞ്ഞില്ലേ, മഴ എന്നെ തിരികെ കൊണ്ടുവരും. മഴ ശക്തമായി പെയ്യുന്നു. ഇനി പോകില്ല, അവൾ പറഞ്ഞു. ഫൈസൽ ചിരിച്ചു. ഇനി ഞാൻ ഓടേണ്ടതില്ല. അവൾ അവന്റെ കൈ പിടിച്ചു. മഴ പതുക്കെ നിർത്തി. പക്ഷെ അവരുടെ കഥ ഇപ്പോൾ മാത്രം ആരംഭിച്ചു. കാസർഗോഡിന്റെ കടൽക്കരയോട് ചേർന്ന ഒരു ചെറിയ പട്ടണത്തിൽ താമസിച്ചിരുന്ന ഫൈസൽ ഒരു ഡെലിവറി ബോയായിരുന്നു. ജീവിതം അവന് എളുപ്പമല്ലായിരുന്നു. ദിവസവും ഓടി ഓടി ജോലി ചെയ്യുക, സ്വപ്നങ്ങൾക്കായി സമയം കണ്ടെത്താൻ പോലും കഴിയാത്ത അവസ്ഥ. പക്ഷെ അവന്റെ മനസ്സിൽ ഒരു ചെറിയ സന്തോഷമുണ്ടായിരുന്നു. മഴ. മഴ പെയ്യുമ്പോൾ എല്ലാം ഒന്ന് നിർത്തിയ പോലെ തോന്നും. അവൻ പലപ്പോഴും പറയുമായിരുന്നു. ഒരു ദിവസം ശക്തമായ മഴ പെയ്യുമ്പോൾ ഒരു പാർസൽ എത്തിക്കാൻ അവൻ ഒരു വീട്ടിലേക്ക് പോയി. വാതിൽ തുറന്നത് ഒരു പെൺകുട്ടി, നസ്രീൻ. അവളുടെ മുഖത്ത് ഒരു ശാന്തതയും കണ്ണുകളിൽ ഒരു കഥയും. ഇത്ര മഴയിൽ വന്നോ? അവൾ ചോദിച്ചു. ഫൈസൽ ചിരിച്ചു. ജോലി നിർത്താൻ മഴയ്ക്ക് കഴിയില്ല. അവൾ ചെറിയൊരു ചിരിയോടെ പറഞ്ഞു. പക്ഷെ മഴയ്ക്ക് ചില കഥകൾ തുടങ്ങാൻ കഴിയും. ആ ദിവസം ഒരു സാധാരണ ഡെലിവറി ആയിരുന്നില്ല. അടുത്ത ദിവസങ്ങളിൽ ഫൈസൽ പലപ്പോഴും അതേ വീട്ടിലേക്ക് ഡെലിവറി വരാൻ തുടങ്ങി. ചിലപ്പോൾ കാരണമില്ലാതെയും അവൻ ആ വഴിയിലൂടെ പോകും. നസ്രീൻ അവനോട് സംസാരിക്കാൻ തുടങ്ങി. അവൾ ഒരു കോളേജ് വിദ്യാർത്ഥിനിയായിരുന്നു, കവിതകൾ എഴുതുന്നവൾ. നീ എപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമോ? അവൾ ചോദിച്ചു. ഫൈസൽ ചിരിച്ചു. ഒരു ദിവസം നിർത്തും, ശരിയായ കാരണം കിട്ടുമ്പോൾ. മഴ അവരുടെ ഇടയിൽ ഒരു ബന്ധമായി മാറി. ചില ദിവസങ്ങളിൽ അവർ ഒരുമിച്ച് വീട്ടിന്റെ വാതിലിനരികിൽ നിന്ന് മഴ നോക്കും. നസ്രീൻ തന്റെ കവിതകൾ വായിക്കും. ഫൈസൽ നിശബ്ദമായി കേൾക്കും. നിന്റെ ജീവിതം ഒരു കവിത പോലെയാണെന്ന് തോന്നുന്നു, അവൾ പറഞ്ഞു. ഫൈസൽ പറഞ്ഞു. എന്റെ ജീവിതം ഇപ്പോഴും എഴുതി തീർന്നിട്ടില്ല. അവരുടെ ബന്ധം ധീരെ ധീരെ പ്രണയമായി. പക്ഷെ ജീവിതം വീണ്ടും ഒരു വഴിത്തിരിവ് കൊണ്ടുവന്നു. ഒരു ദിവസം നസ്രീൻ പറഞ്ഞു, എനിക്ക് മറ്റൊരു നഗരത്തിലേക്ക് പോകണം, പഠനത്തിനായി. ഫൈസൽ മൗനമായി. നീ തിരികെ വരുമോ? അവൻ ചോദിച്ചു. നസ്രീൻ ചിരിച്ചു. മഴയുണ്ടെങ്കിൽ ഞാൻ തിരികെ വരും. അവൾ പോയി. ഫൈസൽ വീണ്ടും തന്റെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി. പക്ഷെ ഓരോ മഴയും അവൻ അവളെ ഓർത്തു. മാസങ്ങൾ കടന്നു.
ഒരു ദിവസം ശക്തമായ മഴ പെയ്യുമ്പോൾ ഫൈസൽ വീണ്ടും അതേ വീട്ടിന്റെ മുന്നിൽ നിന്നു. വാതിലടഞ്ഞിരുന്നു. പക്ഷെ അവന്റെ ഹൃദയം ഇപ്പോഴും കാത്തിരുന്നു. അപ്പോൾ പിന്നിൽ നിന്നൊരു ശബ്ദം. "നീ ഇപ്പോഴും കാത്തിരിക്കുകയാണോ?" ഫൈസൽ തിരിഞ്ഞു നോക്കി. നസ്രീൻ. അവൾ ചിരിച്ചു. "ഞാൻ പറഞ്ഞില്ലേ, മഴ എന്നെ തിരികെ കൊണ്ടുവരും." മഴ ശക്തമായി പെയ്യുന്നു. "ഇനി പോകില്ല," അവൾ പറഞ്ഞു. ഫൈസൽ ചിരിച്ചു. "ഇനി ഞാൻ ഓടേണ്ടതില്ല." അവൾ അവന്റെ കൈ പിടിച്ചു. മഴ പതുക്കെ നിർത്തി. പക്ഷെ അവരുടെ കഥ ഇപ്പോൾ മാത്രം ആരംഭിച്ചു.